അശ്വിനേട്ടാ, ലോഗോ ക്ലയന്റിന് ഇഷ്ടപ്പെട്ടു. അവര് വിചാരിച്ച പോലെ തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. എല്ലാ ബ്രാൻഡിനും ഒരു തുടക്കം ഉണ്ടാകും. ചിലതിൻ്റെ തുടക്കം ഒരു ചെറിയ ഡ്രോയിങ്ങിൽ നിന്നായിരിക്കും. പക്ഷേ ഇവിടെ അതിന് പിന്നിൽ ഒരു ഇമോഷനും കൂടി ഉണ്ടായിരുന്നു. അതിനെ നഷ്ടപ്പെടുത്താതെ എലിവേറ്റ് ചെയ്യുക എന്നതായിരുന്നു ടാസ്ക്. നെയിം, ടാഗ് ലൈൻ ആൻഡ് ലോഗോ, ഇത് മൂന്നിന് വേണ്ടിയിട്ടാണ് ക്ലയന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നെയിമിംഗ് നമ്മളൊരു 2 റൗണ്ട് വരെ പോയി. അതിൽ ന്യൂട്രിലോട്ട് പറഞ്ഞൊരു നെയിമാണ് ക്ലയന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊസിഷനിങ്ങിന് പറ്റിയ നല്ലൊരു നെയിമായിരുന്നു. പക്ഷെ ദിൽനാസ് എന്ന നെയിമിനോട് അവർ ഇമോഷണലി ഹുക്ഡ് ആയതുകൊണ്ട് തുടക്കം മുതലേ അവർ ആ നെയിമിനോട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. പേരിൽ മാത്രമല്ല, ആ ലോഗോയിലും ദിൽനാസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. കാരണം ആ പേര് അവരുടെ സ്റ്റോറി ആയിരുന്നു. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ ദിൽനാസ് എന്നുള്ള പേര് ഫിക്സ് ചെയ്തു. ക്ലയന്റ് വരച്ച സെയിം ഡ്രോയിങ് നമ്മളൊരു ബ്രാൻഡിംഗ് പെർസ്പെക്റ്റീവിൽ റിഫൈൻ ചെയ്തു. അതിനൊരു പ്രീമിയം ആൻഡ് സ്റ്റോർ ഫ്രണ്ട്ലി ആക്കി സെറ്റ് ചെയ്തു. ഈ റീഡിസൈൻ്റെ മെയിൻ ചലഞ്ച് എന്ന് വെച്ചാൽ ഇമോഷൻ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ ക്ലയന്റ് അത് സ്പോട്ടിൽ റിജക്ട് ചെയ്യും. നെയിമിംഗ് സജഷൻ മുതൽ ബ്രാൻഡിങ്, ലോഗോ ക്രിയേഷൻ, അഡ്വർടൈസിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വൈസപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അതിനെ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയാക്കി തിരിച്ചു നൽകാം. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ദിൽനാസ്, എ ലോഗോ ബോൺ ഫ്രം ആൻ ഇമോഷൻ.